ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് വെനസ്ഡേയുടെ എനർജിയാണ് നോക്കുന്നത്. അതായത് April 23 മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും. പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള വെനസ്ഡേയുടെ എനർജി എന്താണ്? താങ്ക് യു. പയൽ നമ്പർ 1 എനർജി ദ മജിഷ്യൻ ആണ് വന്നിരിക്കുന്നത്. 4 of swords, 2 of cups, 5 of wands and energy. ബാക്കിൽ ഇവിടെ 7 of swordsൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം മാനിഫെസ്റ്റേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എനർജീസ് ഫോക്കസിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ലൈഫിലൊരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു സമയമാണ്. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടായിരിക്കും. അവിടെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ്, എന്തെങ്കിലുമൊക്കെ ചീറ്റിങ്ങിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പററി സിറ്റുവേഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് കുറച്ച് പേര് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല എനർജീസും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട്, ഇഗോയിൽ നിന്നിട്ട് പല എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ എനർജീസിനോട് എങ്ങനെ സ്ട്രോങ് ആയിട്ട് നോ പറയണം, എങ്ങനെ ബാലൻസ് നിലനിർത്തണം, ശാന്തി സമാധാനം നിലനിർത്തണം, അതിലോട്ട് നിങ്ങളുടെ ഫോക്കസ് അറ്റൻഷൻ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ 3 of swordsൻ്റെ എനർജിയും വരുന്നുണ്ട്. പാസ്റ്റിലെ ഇങ്ങനത്തെ എനർജീസ് നിങ്ങളെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ അവിടെ നിന്ന് പോസിറ്റീവ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. 2 of കപ്സിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒബ്സ്റ്റക്കിൾസ്, എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പരസ്പരം മനസ്സിലാക്കുക, സ്നേഹം, കമ്പാഷൻ്റെ എനർജിയിലിരിക്കുക, അതെല്ലാം നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്നേഹം, കമ്പാഷൻ്റെ എനർജി നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ റിസീവ് ചെയ്യുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് പറയുന്നത്, എന്തെല്ലാം ടെൻഷൻസ് ആണോ ഉള്ളത് അവിടെ നിന്ന് കോൺഫിഡൻസിൻ്റെ എനർജിയിൽ ടാപ്പ് ഇൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത്, എന്താണോ ചെയ്യാനുള്ളത്, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. ഈ ഒരു സമയത്ത് കുറച്ച് പേർക്ക് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഊർജം കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് നിങ്ങൾ മറന്നു പോകുന്നുണ്ടാകാം, ഫോക്കസ് നഷ്ടപ്പെടുത്തുന്നുണ്ടാകാം. അപ്പോൾ അവിടെയും ചേഞ്ച് കൊണ്ടുവരിക, നിങ്ങളുടെ ഫോക്കസിൽ ഷിഫ്റ്റ് കൊണ്ടുവരിക, അതും നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എനർജിക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുക, നിങ്ങളുടെ എനർജി കൊടുക്കുക, അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് പീസ്, സമാധാനമായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പേർക്ക് സ്റ്റെബിലിറ്റിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ്, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ ലൈഫിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജിയും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ പേഷ്യൻസിൻ്റെ എനർജിയും കാണുന്നുണ്ട്. എഗെയിൻ ഇവിടെയും മണി ഫിനാൻസ് ആയിട്ടുള്ള എനർജിയാണ്. കുറച്ച് പേർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച്, ബ്ലെസ്സിങ്സ് വരുന്നതായിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഹയറഫൻറ്റ് വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയാണ്. ആത്മീയമായിട്ട് ഒത്തിരി ചേഞ്ചസ്, മാറ്റങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, നിങ്ങളുടെ ചിന്തകൾ, അവിടെയെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം.
കുറച്ച് പേർക്ക് നിങ്ങളെ ഒത്തിരി പേര് വാച്ച് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും കുറ്റം കണ്ടെത്താനായിട്ട്, ഗോസിപ്പിൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ആ ഒരു കാര്യങ്ങളും ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ എനർജി, മാരേജിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലും പവർഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലുമൊക്കെ എനർജീസ്, ഇൻഫർമേഷൻസ് കുറച്ച് പേരുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫൈനൽ ഗൈഡൻസ് നോക്കാം. പായൽ നമ്പർ 1ൻ്റെ ഫൈനൽ ഗൈഡൻസ് എന്താണ്? ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത് കുറച്ചും കൂടെ ചിയർഫുൾ ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്ത് സിറ്റുവേഷൻ ആയാലും അതിനെ പോസിറ്റീവ് രീതിയിൽ നേരിടാനായിട്ടാണ് ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഒത്തിരി സീരിയസ് ആയിട്ട് കാര്യങ്ങളെ നിങ്ങളുടെ ഉള്ളിലോട്ട് എടുക്കാതിരിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും കോമഡി മൂവി, കുറച്ചും കൂടെ റിലാക്സേഷൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ട്, ജീവിതം ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. അത് നൽകുന്ന എനർജീസ് എന്തൊക്കെയാണ് അതായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് നിങ്ങളോട് അഡ്വൈസിൻ്റെ രൂപത്തിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ വെനസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. പായൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള വെനസ്ഡേയുടെ എനർജി എന്താണ്? താങ്ക് യു. ദ വേൾഡ്, 3 of swords, 7 of swords, 5 of pentaclesൻ്റെ എനർജി. ബാക്കിൽ ലവേഴ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇന്നത്തെ ദിവസം ലവ് റിലേഷൻഷിപ്പായിട്ടുള്ള എനർജി തീം ഫോക്കസിൽ വരുന്നുണ്ടാകാം കുറച്ച് പേരുടെ ലൈഫിൽ. അതുപോലെ തന്നെ ഓവറോൾ ഈ ഒരു ദിവസം വന്നിട്ട് ഒത്തിരി കോൺഫിഡൻസിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് പറയാനായിട്ട്, നിങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്, അതിനെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറയാനായിട്ടും ശ്രമിക്കുക. അതും ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ദേഷ്യം, ആങ്കർ ഇഷ്യൂസും കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടി, മണി അതെല്ലാം ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യാനായിട്ടും ഈ ഒരു ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം ഇവിടെ ചാലഞ്ചിൻ്റെ എനർജി വന്നിട്ട് ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഇമോഷണൽ വൂണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്സ് ആയിരിക്കാം, നിരാശയുടെ എനർജി ആയിരിക്കാം കുറച്ച് പേർക്ക് ചാലഞ്ചായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം കുറച്ചും കൂടെ പോസിറ്റീവായിട്ട്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിൾ ആകാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങളുടെ സൈഡിൽ നിന്നിട്ടാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അക്നോളജ് ചെയ്യാനായിട്ട്, അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ നിങ്ങളോട് പറയുന്നത്, എന്തൊക്കെ ചാലഞ്ചസ് വരുന്നുണ്ടെങ്കിലും, ലോ വൈബ്രേഷൻ്റെ എനർജി വരുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഉയരാനായിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെയും ഹീലിങ്ങിൻ്റെ ഏഞ്ചലാണ് വന്നേക്കുന്നത്, റാഫേലിൻ്റെ എനർജിയാണ്. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു സ്നേഹം, കാരുണ്യം, കമ്പാഷൻ, ആ ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. 2 of Pentaclesൽ കുറച്ച് പേർക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് കുറച്ച് പേരുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേർക്കൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, വലിയൊരു അവസരമായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നത് ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. കുറച്ച് പേർക്ക് ബിസി ആയിട്ടിരിക്കുന്ന ടൈം പീരീഡ് ആയിരിക്കാം, വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. 5 of Swordsൻ്റെ എനർജി കുറച്ച് പേർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്, പ്രശ്നങ്ങളിൽ നിന്നിട്ട് പോസിറ്റീവ് ഡയറക്ഷനിൽ ഉയർന്നു പറക്കാനായിട്ട് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഫാമിലി, ഹോമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനെ കുറച്ചും കൂടെ ബോൾഡായിട്ട്, കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ ക്യൂൻ ഓഫ് വാൻഡ്സിൽ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് എനർജിയാണ്. 2 ക്യൂൻ വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് വർക്ക് ലൈഫ് ബാലൻസിൻ്റെ എനർജിയാണ്. കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളെന്താണ് ബിലീവ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളെ ഇന്നത്തെ ദിവസം
പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ എനർജീസ് ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ ചീറ്റിങ്ങിൻ്റെ എനർജി, ഗോസിപ്പിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഉള്ളിലാണ് ഉള്ളതെങ്കിൽ കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ടും പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. ഫൈനൽ ഗൈഡൻസ് എന്താണ്? ഓക്കെ, ബി പോസിറ്റീവ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബി പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് അഫർമേഷൻസ് പറയുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതെല്ലാം ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ബി പോസിറ്റീവ്. ഇവിടെ ഒത്തിരി നെഗറ്റീവ് കാർഡ്സ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഓക്കെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക. ചില സമയങ്ങളിൽ ചില സിറ്റുവേഷൻസ് നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി അച്ചീവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ വിഷണറിയുടെ എനർജി, ദീർഘവീക്ഷണത്തോടു കൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരി പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.